ഹലോ ഗൈസ്, നമ്മൾ ശാസ്കാരം കഴിഞ്ഞിട്ട് ഒരു പ്ലാൻ ഇല്ലാതെ എവിടേക്കൊക്കെ കറങ്ങാൻ പോകട്ടോ. മുർഷിന്റെ തന്നെ കേട്ടോ നമ്മൾ പോകുന്നത്. അവന്റെ വണ്ടിയുടെ സീറ്റ് നല്ല സ്പോഞ്ച് സീറ്റാട്ടോ, ഇരുന്ന് നമ്മളണ്ട് ഉറങ്ങി പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലായിരുന്നു, ഒന്ന് കെടുക്കാതെ വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ നേരെ മൂടാൽ പെട്രോൾ പമ്പ് കിട്ടും. എന്താ വെച്ചാൽ ആദ്യം വണ്ടിക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ, വണ്ടിന്റെ കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും കുടിക്കേണ്ടി വെച്ചിട്ട് നമ്മൾ നേരെ മൂടാൽ ഇവരുടെ സർബത്ത് കടയിൽ പോകട്ടോ. ഈ കാണുന്ന മഞ്ഞ കല്യാണം എന്നല്ല കേട്ടോ, ഇതാണ് നമ്മളെ കുലിക്ക് പീഡിയ. ഇട്ടതും കുലിക്കതും ചെറിയസും അങ്ങനെ എല്ലാ മുതലും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഒരു പൈനാപ്പിൾ എടുത്ത് ഇവർ രണ്ടാൾ പിന്നെ ഹെൽത്ത് സംരക്ഷിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇവരൊന്നും തന്നിട്ടില്ല കേട്ടോ. പൈനാപ്പിൾ മുഴുവൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു പ്ലാൻ ഇല്ലാതെ ഇങ്ങനെ പോകും. അവസാനം പോയി ചെമ്പിക്ക് എത്തിയിട്ട് ബാസിയ സമയം 9:40 ഒറ്റ മൈൻഡ് ഉണ്ണിയാലും വിട്ടാലോ ബീച്ച്. ഇന്നൊന്നും നോക്കില്ല, നേരെ വിട്ടിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പിന്നെ വിശപ്പ് കൊടുത്തി. പിന്നെ അവന് പിന്നെ എന്തെങ്കിലും കുടിച്ചാൽ കൊടുക്കണ്ടേ. നമ്മൾ നേരെ അടുത്ത പെട്രോൾ പമ്പ് കയറ്റിട്ടോ. ക്യാഷ് പിന്നെ മുർഷിന് ഒരു വിഷയമല്ലാതെ വാരി എറിഞ്ഞു. കാരണം എന്താ, ഹീസ് റിച്ച്. ബീച്ചിന് തൊട്ടുള്ള പാലത്തിന് എന്തോ തകരാറായാലും പാലത്തിനോട് വണ്ടി പോലെ കേട്ടോ. അതുകൊണ്ട് നമ്മൾ നേരെ വണ്ടി തിരിച്ച് പിന്നെ നമ്മൾ പറവണ്ണ റോഡ് വഴിയാ പോയത് കേട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞത്. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി കടലൊന്ന് ആസ്വദിക്കാല വെച്ചിട്ട് ഇറങ്ങി. ബീച്ചിൽ നല്ല തണുത്ത കാറ്റ് കൊണ്ടിരിക്കുമ്പോൾ ഒരു ചാടിച്ചാലാൻ വിചാരിച്ചു. പിന്നെ ചാടിച്ചാൻ പോയിട്ടോ. അവിടെ പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് മൊത്തം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ചായ മാത്രം പറഞ്ഞിട്ടോ. ഇവനെ കണ്ടപ്പോഴൊക്കെ മറ്റേ ഡയലോഗ് ഓർമ്മ വന്നു. ചായ ഊതി കുടിക്കുന്നതായിരുന്നു ഗുപ്തന് ഇഷ്ടമാണ്. അടിപൊളി ചായ എന്ന് ഞാൻ പറയില്ല, വലിയ കുഴപ്പമില്ല. ചാടി കഴിഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകട്ടോ. പക്ഷേ എന്നെ ആക്സിലേറ്റർ കൊടുത്ത സീനാട്ടോ. പിന്നെ അവിടെ എത്തുമ്പോൾ ഓരോരുത്തർ സൈഡായി കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പൊ ഓക്കെ ബൈ.